ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഗാർഡനിങ് ടിപ്പുമായിട്ടാണ് നമ്മൾ ചെടി കൊണ്ട് ഒരു ചെറിയൊരു കരകൗശലം ചെയ്തതിൻ്റെ ഇതാണ്. ഇതിനകത്ത് നമ്മൾ ചെറിയൊരു ചെടിച്ചട്ടിക്കകത്ത് ഒരു ചെടി ഇങ്ങനെ ചെരിച്ചാലും മണ്ണ് പോകാത്ത രീതിയിൽ ഓർണമെൻ്റൽ ടൈപ്പ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ലൈവ് പ്ലാന്റ് ആണിത്. ലൈവ് പ്ലാന്റ് നമ്മൾ മണ്ണൊന്നും വീഴത്തില്ല, അധികം ചെളിയൊന്നും ആവാതെ നമുക്ക് എവിടെയും ടേബിൾ ടോപ്പിന് മേളിൽ നമുക്ക് വീടിനുള്ളിലൊക്കെ ഇൻഡോറായിട്ടൊക്കെ വേണമെങ്കിൽ സൂക്ഷിക്കാം. ഇടയ്ക്ക് വല്ലപ്പോഴും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെയുള്ള ചെടികൾ നമ്മൾ ഇതിനായിട്ട് പ്രധാനമായിട്ട് എടുത്തേക്കുന്നത്, അതായത് ഈ വെള്ളം കുറച്ച് വേണ്ട ചെടികളാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. ചെടി എങ്ങനെ ഉണ്ടാക്കുന്നുള്ള രീതിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇതിനായിട്ട് ആദ്യം തന്നെ ഈ ഒരു ചെറിയ ചെടിച്ചട്ടി ഹോളില്ലാത്തെടുക്കുന്ന നല്ലത്. അതിലോട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കരിയിലകൾ അരിഞ്ഞരിഞ്ഞിടുക. ഏകദേശം അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഈ കരിയില അരിഞ്ഞിടുക. അതിനുശേഷം നമ്മൾ മണ്ണ് പൊടിയായിട്ട് പൊടിയായിട്ട് തന്നെ ഇതിൻ്റെ മേളിലോട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ലെവലാക്കി കൊടുക്കുക. എന്തെങ്കിലും കമ്പോ അല്ലെങ്കിൽ കത്രിക എന്തെങ്കിലും പോലത്തെ വിലയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ലെവലാക്കി കൊടുക്കുക. നമുക്ക് ഏകദേശം ഒരു നിറയുന്നതിൻ്റെ തൊട്ട് താഴത്തെ ലെവൽ വരെയുള്ള മണ്ണ് നമ്മളിതുപോലെ കുറേശ്ശെ ഇട്ട് ലെവലാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ചെടി ഏകദേശം ഒരു ലെവൽ കറക്റ്റ് ഒരു സൈസിനനുസരിച്ച് വെട്ടിയെടുത്ത് ബാക്കി മണ്ണൂടെ അതിൻ്റെ ചെടിച്ചട്ടി ലെവൽ വരെ നമ്മൾ നിറച്ച് കൊടുക്കുക. എന്നിട്ട് അത് കറക്റ്റ് സെൻട്രലായിട്ട് ഒരു ലുക്ക് വരുന്ന രീതിയിൽ തന്നെ കറക്റ്റ് ലെവലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡ് മണ്ണൊന്ന് ചെറുതായിട്ട് നമുക്കി ചെടിയിൽ നിന്ന് ലെവലായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള മണ്ണൊക്കെ നമുക്ക് പ്രസ് ചെയ്ത് ഒന്ന് കൊടുക്കുക. അതിനുശേഷം ചെറിയ മിറ്റിൽ ഇതുപോലെ അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ബലമായിട്ടിരിക്കാൻ വേണ്ടി ചെറിയ മിറ്റിലുകൾ എടുത്ത് ഇങ്ങനെ ലെവലാക്കി, ഒത്തിരി മുകളിലോട്ട് ഇടരുത്. അതിൻ്റെ ലെവലിൽ താഴെ നിൽക്കുന്നില്ല, ലെവൽ വരെ നിൽക്കുന്നവരെയുള്ള മെറ്റൽ ഇടാവുള്ളൂ. അതിട്ട് എന്നിട്ട് പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ബലമാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ചെറിയ 2ml സിറിഞ്ച് നമുക്ക് മേടിക്കാൻ കിട്ടും. ആ സിറിഞ്ചിൻ്റെ പിസ്റ്റൺ ഊരി കളഞ്ഞിട്ട് ആ സിറിഞ്ച് ഇതിൻ്റെ സൈഡിൽ കൂടെ ഏതെങ്കിലും ഒരു സൈഡിലൂടെ ഇങ്ങനെ പതിയെ താത്തി വെച്ച് കൊടുക്കുക. ഒത്തിരി താത്ത് വെക്കരുത്. ആ ചെടിച്ചട്ടിയുടെ തൊട്ട് മേളിൽ ലെവൽ വരുന്ന രീതി വേണം താത്ത് കൊടുക്കാൻ. നമുക്ക് ഇത് വെള്ളം ഒഴിക്കുന്ന ഒരു ഹോളായിട്ട് നിലനിർത്താൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ ഈ ചെടിയുടെ അടിഭാഗം ഏതെങ്കിലും ഇതുപോലെ പച്ചക്കറിക്ക് പൊതിയാൻ കിട്ടുന്ന ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് അല്ലെങ്കിൽ അതുപോലെ ലൈറ്റ് ആയിട്ടുള്ള ഷീറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. വേറെ നമ്മൾ ബാക്കി ഇനി ചെയ്യാൻ പോകുന്ന സാധനങ്ങളൊന്നും ഇതിലോട്ട് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. സെല്ലോ ടേപ്പോ അതുപോലെ ഇതുപോലെ എന്തെങ്കിലും സ്റ്റിക്കർ വെച്ച് നമുക്ക് ഒട്ടിച്ച് വേണമെങ്കിൽ ഒന്ന് കൃത്യമായിട്ട് ലെവലായിട്ട് വെക്കാൻ വേണമെങ്കിൽ വീഴാതെ ചെടിയിലധികം ബലം കൊടുക്കാതെ വേണം നമ്മൾ ചെയ്യാൻ. ചെടിയുടെ നമ്മൾ കഴിഞ്ഞ് വൈറ്റ് സിമെൻറ്റാണ് എടുത്തേക്കുന്നത്. വൈറ്റ് സിമെൻറ്റ് പാകത്തിന് കുറച്ച് വൈറ്റ് സിമെൻറ്റ് നമ്മളൊരു കുഴയ്ക്കാനുള്ള പറ്റുന്നൊരു പ്രതലത്തിലോട്ട് എടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് എടുത്താൽ മതി, ഒത്തിരി എടുക്കണ്ട. അതിനുശേഷം നമ്മൾ അതിനാവശ്യമുള്ള വെള്ളം ഉപയോഗിച്ച് നമ്മളത് നനച്ച് കുഴച്ചെടുക്കണം. ഏകദേശം ഒരു സെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വെള്ളം കറക്റ്റ് പാകത്തിന് ഉപയോഗിച്ച് വെള്ളം തന്നെ ഒഴിച്ച് കുഴച്ചെടുക്കുക. ഇനി ഇപ്പോൾ എടുത്തത് പുട്ടി ബ്ലേഡ് എടുത്തത്. നമ്മൾ പുട്ടി ബ്ലേഡ് വെച്ചിട്ട് അത് മിക്സിന് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഉപയോഗിക്കാം, പുട്ടി ബ്ലേഡ് അല്ലെങ്കിൽ കുലശേഖരം, നമ്മൾ തേക്കാൻ ഉപയോഗിക്കുന്ന കുലശേഖരം എന്തുകൊണ്ട് ഉപയോഗിക്കാം. ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉള്ള എന്തെങ്കിലും സാധനം ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കാം. നമുക്ക് വൈറ്റ് സിമെൻറ്റ് വേണം നിർബന്ധമൊന്നുമില്ല. വൈറ്റ് സിമെൻറ്റ് പകരം നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കാം. വൈറ്റ് സിമെൻറ്റ് നമുക്ക് കുറച്ചുകൂടെ നല്ല വെള്ള കളർ കിട്ടാൻ വേണ്ടിയാണ് വൈറ്റ് സിമെൻറ്റ് ഞാൻ എടുത്തത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമ്മൾ ചെറിയൊരു ക്രീം കളറായിരിക്കും നമ്മൾ സെറ്റായി വരുമ്പോഴത്തേക്കും. പിന്നെ അതുപോലെ വൈറ്റ് സിമെൻറ്റ് പിന്നെ കുറച്ചുകൂടെ ഹാർഡും ആയിരിക്കും.
സെറ്റായി വരുമ്പോൾ നല്ല ഹാർഡായിട്ടിരിക്കും. അത് കുഴച്ചെടുത്ത് കുറേശ്ശെ നമ്മൾ ആ ചെടിയുടെ പറ്റാതെ ചുറ്റും ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കുക. സിറിഞ്ചിനുള്ളിൽ പോകാതെ നോക്കുക, സിറിഞ്ചിനുള്ളിൽ പോകാതെ ചുറ്റും ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുക. കറക്റ്റ് ലെവലായിട്ട് എല്ലാ സ്ഥലത്തും കറക്റ്റ് ഇട്ടിട്ട് കൊടുത്ത് ലെവലാക്കി എടുക്കണം. നമുക്കത് ഇട്ടിട്ട് വേണം നമുക്ക് ആ പുട്ട് ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ലെവലാക്കി എടുക്കാം. ഇതുപോലെ കറക്റ്റ് ലെവലിൽ മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്നതൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ബാക്കിയുള്ളിടത്ത് ജസ്റ്റ് കളഞ്ഞ് ലെവലാക്കി വൃത്തിയാക്കി എടുക്കുക. ആ ചെടിയിലെ ഡാമേജ് വരാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ചെയ്യുന്ന സമയത്ത്. ഇത് നമ്മൾ ഏകദേശം ഒരു 2-3 മണിക്കൂറാണ് ഇത് സെറ്റ് ആവാൻ. അതുകൊണ്ട് നമ്മളത് മാറ്റി വെക്കുക. നമുക്ക് ഏത് ചെടി അധികം വെള്ളം വേണ്ടാത്ത ഏത് ചെടിയും നമുക്കിതിന് ഉപയോഗിക്കാം. വെള്ളം കുറച്ച് മാത്രം മതി. അത് എപ്പോഴും വെള്ളം ഒഴിക്കേണ്ടാത്ത ചെടികൾ നമുക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇതിപ്പോൾ ഏകദേശം 2-3 മണിക്കൂർ കഴിഞ്ഞു സെറ്റാൻ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റുമുള്ള പ്ലാസ്റ്റിക്കൊക്കെ ഒന്ന് അഴിച്ച് കളയാം. ഇത് അഴിക്കുന്ന സമയത്ത് വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ചെടിയിൽ അധികം ഡാമേജ് വരാത്ത രീതിയിൽ അധികം ഫോഴ്സ് കൊടുക്കാതെ വേണം നമുക്കിത് അഴിച്ചെടുക്കാൻ. ചെടി ഒടിഞ്ഞു പോകാതെ, അതിൻ്റെ തണ്ടൊടിഞ്ഞു പോകാതെ വേണം നമ്മൾ ചെയ്യാൻ. ഇതുകൊണ്ട് അഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. നടുക്ക് മാത്രം ഒരു ഹോൾ പോലെ, ബാക്കിയെല്ലാം സെറ്റായി. നമുക്കൊരു സിറിഞ്ചിൻ്റെ ഇട്ടകം തുള കണ്ടല്ലേ അതിൻ്റെ അവിടെ സെറ്റായി. ഇതൊക്കെ നമുക്ക് ചുറ്റും ഒന്ന് വൃത്തിയാക്കി ഒന്ന് എടുക്കണം. ഇതിൻ്റെ ചുറ്റും പറ്റിയിരിക്കുന്ന വൈറ്റ് സിമെൻറ്റിൻ്റെ പൊടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു. അതിനുശേഷം നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ്, നമ്മൾ ഈ കറുത്ത ചട്ടിയാണ് ബ്ലാക്ക് പെയിൻറ്റ് ആ വൈറ്റ് സിമെൻറ്റിൻ്റെ ഭാഗത്ത് അടിച്ച് കൊടുക്കുകയാണ്. ഇതടിക്കുമ്പോഴും ആ ചെടിയെ പറ്റാതെ മാക്സിമം ചെയ്യുക. ചുറ്റും കംപ്ലീറ്റ് നമ്മൾ കംപ്ലീറ്റ് എല്ലായിടത്തും ബ്ലാക്ക് കളർ ആക്കുന്ന രീതിയിലുള്ള പെയിൻ്റ് അടിച്ച് ഫിനിഷിങ് ആയിട്ട് ചെയ്യുക. നമുക്ക് ചെറിയ ബ്രഷ് മേടിക്കാനുണ്ട്. ചെറിയ ബ്രഷും ഇനാമൽ പെയിൻ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ സാമ്പിൾ ഇനാമൽ പെയിൻറ്റ് മേടിച്ചാൽ നമുക്ക് ചെയ്യാം. അത് മേടിച്ച് വളരെ കുറച്ച് പെയിൻറ്റിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഇപ്പോൾ ചെടിയെ പറ്റാതെ മാക്സിമം കെയർഫുള്ളായിട്ട് ബാക്കി സ്ഥലത്തെല്ലാം കറുത്ത പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മളെല്ലാ ചെടിയിലും പെയിൻ്റ് അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പെയിൻറ്റ് ഉണങ്ങാൻ വേണ്ടി ഏകദേശം ഒരു 2-3 മണിക്കൂർ പെയിൻറ്റ് ഉണങ്ങാൻ വേണ്ടി വേണം ഇതിൻ്റെ പെയിൻറ്റ്. അത് നമ്മൾ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഏകദേശം ഉണങ്ങി സെറ്റായി തുടങ്ങി. നമുക്ക് നോക്കാം. ഇതിനകത്തേക്ക് സിറിഞ്ചിൽ നമ്മൾ വെച്ചേക്കുന്നുണ്ട്. അതിൻ്റെ അകത്തൂടെ നമുക്ക് കുറേശ്ശെ ഉള്ളിലോട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ദിവസം. അധികം വെള്ളം വേണ്ടാത്ത ചെടി ആയതുകൊണ്ട് നമുക്ക് വല്ലപ്പോഴും കുറേശ്ശെ ഒരു 8-10 മില്ലി വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ടേബിൾ ടോപ്പിന് മുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഓഫീസ് മുറി ടേബിളിന് മുകളിലൊക്കെ വെച്ച് അല്ലെങ്കിൽ ബാത്ത് ടബിൻ്റെ അവിടെയൊക്കെ നമുക്ക് അലങ്കരിച്ച് വെക്കാൻ നല്ല ഒരു രീതിയാണിത്. ഇത് മറിഞ്ഞു വീണാലും പെട്ടെന്ന് മണ്ണൊന്നും വീഴാത്തതുകൊണ്ട് അധികം വൃത്തിയോടെ ഒന്നും ആകത്തില്ല, ചെളിയൊന്നും വരത്തില്ല. നിങ്ങൾക്ക് ഈ ചെടി ഉണ്ടാക്കുന്ന രീതിക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.